ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ മന്ത്രി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ്, ഇന്ന് അദ്ദേഹം ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഇതിനെ വല്ലാതെ പെരിപ്പിച്ച് കാണിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തിടുക്കം അവിടെ ഉണ്ടായി എന്ന് വകുപ്പ് മന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഈ തിടുക്കത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് ധന്യരാമൻ? തിടുക്കത്തിന് പിന്നിൽ ഗൂഢാലോചന, ഇത് കൃത്യമായിട്ട് ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ആദ്യം കോടതി ഇടപെട്ട് അത് ഈ കേസ് അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് എവിടെ എത്തിപ്പോയേനെന്നുണ്ടോ? ഇത് എൻ്റെ അറിവിൽ വേടനെ പിടിച്ച് ദേശീയ ഏജൻസിക്ക് അതായത് അമ്മ മരിച്ചുപോയി, വേടൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ ജാഫ്ന ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് വേടനെ ദേശീയ അന്വേഷണ സംഘത്തിന് കൈമാറാനൊക്കെ ഇരുന്നൊരു കേസാണിത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ആ പിടിച്ചത് പുലിപ്പല്ലാണോ എന്ന് പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് പ്രൂവ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഒന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മുമ്പ് ഇടുക്കിയിൽ ഞങ്ങളുടെ ഒരു 3 PSC ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലുള്ള നമ്മുടെ ഒരു പയ്യനെ വ്യാജ ഇറച്ചി വെച്ചിട്ട്, അതായത് നാട്ടിലെ ഇറച്ചി അവൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടുവച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. അന്ന് ജയിലിലിട്ട് അവൻ പുറത്ത് വന്ന ശേഷം ഈ മന്ത്രി ആ പയ്യനെ കണ്ടിട്ട് ആദ്യം പറഞ്ഞു, ഓ നീ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അതിന് എത്ര നിസ്സാരമായിട്ടാണ് അയാൾ പാവപ്പെട്ടവൻ്റെ വേദനയും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ വകവയ്ക്കാത്ത ഒരുത്തനാണ് ഇവിടുത്തെ വനം മന്ത്രി എന്ന് പറയുന്നത്. അയാൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വനം വകുപ്പ് മന്ത്രിയെ കാണുന്നത്. കാരണം ഇന്നലെ പിടിച്ച ഉടനെ അദ്ദേഹം പറയുകയാണ് 7 കൊല്ലം ജയിലിൽ കിടക്കും. ഇത് പുലിപ്പല്ലാണോ അതൊന്നും പ്രൂവ് ചെയ്യാനുള്ളൊരു മുമ്പേ അങ്ങ് പ്രസ്താവിക്കുവാണ്. അവൻ 7 കൊല്ലം ജയിലിൽ കിടക്കും. അത് അമ്മേൻ്റെ ബന്ധം. മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ ആരാണെന്നുള്ളത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരുന്നോ? അത് ആരെങ്കിലും തിരക്കിയിരുന്നോ? പക്ഷേ ഞങ്ങൾക്ക് ആരെങ്കിലും ജിഷ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജിഷയുടെ അമ്മയുടെ ചരിത്രം നോക്കിപ്പോയി, അല്ലെങ്കിൽ മധുവിൻ്റെ വീട്ടിൽ അവരുടെ അമ്മ ആരാണെന്ന് അന്വേഷിക്കും. ഞങ്ങളുടെ എല്ലാം ഈ മാതാക്കൾ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കലാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി. അപ്പം വളരെ അസംബന്ധമായ രീതിയിലാണ് വനംവകുപ്പ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും ഒരു ദുരൂഹത നിറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ വിചാരിക്കും പോലീസുകാർ ഒരാളെ ഇടിച്ചാൽ നമ്മൾ നാട്ടുകാരറിയും, അത് വലിയ വിഷയമാവും, മാധ്യമങ്ങൾ അറിയും, പോലീസുകാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ വനംവകുപ്പ് അങ്ങനെയല്ല. ഒരുത്തനെ കൊന്നു കുഴിച്ചിട്ട് മൂടി ആ കാട്ടിനകത്ത് മൂടിയാൽ പോലും ആരും ചോദിക്കാനും പോകില്ല. അത് അത്രയും നിഗൂഢമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത്. എന്തോരം ആദിവാസികളെ ജയിലിൽ കിടക്കുന്നത്. ഒരു കോഴിക്കോട് ഒരു മരത്തിൻ്റെ തൊലി ചെത്തിയെടുത്ത ഒരു ആദിവാസീനെ അവർ ഉടനെ കൊണ്ടുപോയി അവർ റിമാൻഡ് ചെയ്തു. വനംവകുപ്പിൻ്റെ കോടതി അങ്ങനെയാണ്. അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇടാം. അവർ നിയമം പാലിക്കുന്നവരല്ല. ഇത്രയും ആദിവാസികളെ പറ്റിച്ച് ഞങ്ങളെയൊക്കെ പറ്റിച്ച് എത്ര ഫണ്ടാണ് അവരടിച്ച് മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചപ്പോൾ ഞങ്ങളുടെ ഇടയിലൊരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 100 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെങ്കിലും ജയിലിലിടാനുള്ള വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും. ഞാൻ ഒരു തവണ ഇടമലക്കുടി പോയതേ ഉള്ളൂ. അവിടെ പോയപ്പോൾ 2012 പോയത്. അവിടെ എത്തിയപ്പം ആദിവാസികൾ കളക്ട് ചെയ്ത ഏലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മറിച്ച് വിറ്റിട്ട് ആദിവാസി അത് മോഷ്ടിച്ചു എന്നാക്കിയിട്ട് ഭയങ്കരമായിട്ട് അവന് കൊന്നവിടെ ഇട്ടിരിക്കുവായിരുന്നു. വെച്ചാൽ ജീവനുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ എത്തിയ ശേഷമാണ് അവന് ഈ 31 കിലോമീറ്റർ നടന്ന് മുകളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞാനത് ഇവിടെ മൂന്നാർ പിറ്റേ ദിവസം കയറിയ ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ് അങ്ങനെ എൻക്വയറി നടത്തി റേഞ്ച് ഓഫീസർ അടക്കം 3 വർഷം ജോലിയിൽ നിന്ന് മാറി നിന്നു. ഇത്രയും ക്രിമിനൽസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ റേഞ്ച് ഓഫീസ് അസോസിയേഷൻ ഈ സർക്കാരിൻ്റെ ഈ വനംവകുപ്പിന് കീഴിലുള്ള റേഞ്ച് ഓഫീസറുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് വളരെ ഉപകാരികളാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം ഞങ്ങളെടുത്ത് പറയും. ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. ആ റേഞ്ച് ഓഫീസർ അസോസിയേഷനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ബാക്കി ഒട്ടുമിക്കതും ഇതിനകത്ത് ഫേക്കാണ്. അവർക്ക് നിങ്ങൾ കണ്ടില്ല, ഒരുത്തനെ കിട്ടിയപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രതി എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ഇങ്ങനെയൊക്കെ വേട്ടയാടിയ ചരിത്രമുണ്ടോ? വേട്ടയാടിയ ചരിത്രമുണ്ട്. നിങ്ങളും കണ്ടതല്ലേ, 1 മണിക്കൂറിലൊക്കെ 10ഉം 20ഉം ന്യൂസുകൾ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നു. അതെങ്ങനെയാണ് ഈ ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വീഡിയോ പോലും അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് പുറത്ത് ഇടുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇവൻ രക്ഷപ്പെടാൻ പറ്റൂല, ഇത് കേസ് വേറെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരാണ് ഈ വനംവകുപ്പിനെ അഡ്വൈസ് ചെയ്ത് ഇത് ഗൂഢാലോചനയാണ്. വനംവകുപ്പ് മന്ത്രി ഇതിന് ഉത്തരം പറഞ്ഞവർ ധാർമ്മികമായിട്ട് അദ്ദേഹം എടുത്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കത്തെ അദ്ദേഹം തള്ളുന്നുണ്ടല്ലോ. ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ അതുണ്ട്, ഇന്നത്തെ പരസ്യ പ്രതികരണത്തിലും അതുണ്ട്. കോടതി
അത് ഇന്നല്ലേ പറഞ്ഞത്, ഇന്നല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ. എന്തൊരു വൃത്തികെട്ട ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ഇവിടെ ദളിതന്റെ ആദിവാസിന്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ ശിക്ഷിക്കേണ്ടെന്നല്ല, തുല്യനീതി എല്ലാവർക്കും ഉള്ളത്. നീ പോയി മോഹൻലാലിന്റെ അദ്ദേഹം പോയി വനംവകുപ്പ് പോയിട്ട് മോഹൻലാലിന്റെ ആനക്കൊമ്പ് നോക്കട്ടെ, സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് നോക്കട്ടെ, മുകേഷിന്റെ പുലിപ്പല്ല് നോക്കട്ടെ. എന്തോരം ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എത്ര പേരുടെ കഴുത്തിലും ഇവർ പോയി അന്വേഷിക്കോ? കവടിയാർ കൊട്ടാരത്തിലല്ലേ ഇത്രയും? അതെന്താണ് ലൈസൻസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? എത്ര പേർക്ക് ഇവർ ഇതൊക്കെ കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് കൊടുത്തു? എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഇത്തരം ഈ മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ലൈസൻസ് കൊടുത്തതിന്റെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അഡ്രസ് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ഇവര് തന്നെ ഈ വനം കള്ളൻ എന്നൊക്കെ പറയുന്നത് ഇവര് തന്നെയാണ്.